നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 2 തിങ്കളാഴ്ചയാണ്. ആദ്യം ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. US-ലെ 3 മാർക്കറ്റുകളും ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ S&P 500-ഉം ഡൗ ജോൺസും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ടെസ്ല 3.7%, എൻവിഡിയ 2% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും വെള്ളിയാഴ്ച ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഓയിൽ പ്രൈസുകളാണ് ഇടിഞ്ഞത്, 3% ഇടിവ് രേഖപ്പെടുത്തി. ഇനി ഏറ്റവും ഹൈലൈറ്റ് ഉള്ള വാർത്ത GDP ഡാറ്റ പുറത്തു വന്നത് തന്നെയാണ്. വളരെ വീക്കായ GDP നമ്പേഴ്സ് തന്നെയാണ് വെള്ളിയാഴ്ച പുറത്തു വന്നത്. ഇത്രയും വീക്കായ ഡാറ്റയോട് മാർക്കറ്റ് എത്തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ധാരാളം ലെവലുകൾ ഇന്നലത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതിപ്പോൾ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോ ഒന്ന് കണ്ടുവരാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ US-ൽ ഒരു താരിഫ് ഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യക്ക് നേരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് ഭീഷണി നടത്തിയിരിക്കുന്നു. ആ വാർത്തയും നമ്മൾ ഡീറ്റെയിൽ ആയി മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇന്ന് ഏത് കമ്പനിയാണ് അതിനോട് റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് കാണാം. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം രണ്ടാം പാദത്തിലെ രാജ്യത്തിന്റെ GDP ഡാറ്റ വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നു. 5.4% റിപ്പോർട്ട് ചെയ്തത്. 7 പാദത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 5.4% റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 21 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. അതായത് കഴിഞ്ഞ 7 പാദത്തിലെ കുറഞ്ഞ നിരക്ക്. ഇനി അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ RBI പ്രവചിച്ചത് 7%. മറ്റ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്ത് 6.3%. ഇതിനേക്കാളൊക്കെ ഏറെ കുറഞ്ഞ ഒരു ഡാറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 8.1% വളർച്ചയായിരുന്നു GDP വളർച്ചയായി റിപ്പോർട്ട് ചെയ്തത്. ഇനി ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 2024-25 സാമ്പത്തിക വർഷത്തിലെ വളർച്ച 6.7%. ഇനി ഈ വാർത്തയുടെ റിയാക്ഷൻ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതും ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും വ്യാപാരത്തിലും US താരിഫ് ഭീഷണി നിലനിൽക്കുന്നു എന്നൊരു വാർത്തയാണ്. ട്രംപിന്റെ താരിഫ് ഭീഷണി ഇപ്രകാരമാണ്: US ഡോളറിനെതിരെ പുതിയ കറൻസി ഉപയോഗിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. US പ്രസിഡന്റ് ഇതാദ്യമായാണ് ഇന്ത്യക്കെതിരെ ഒരു താരിഫ് ഭീഷണി നടത്തുന്നത്. എന്നാൽ വ്യാപാര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ താരിഫ് ഭീഷണി അപ്രായോഗികമാണെന്നാണ്. ഇനി അത്തരത്തിലൊരു 100% താരിഫ് നടത്തുകയാണെങ്കിൽ അത് ഏതൊക്കെ സെക്ടറുകളെയാവും ഇന്ത്യയിൽ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, IT സർവീസസ് തുടങ്ങിയവയാണ്. അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് US കടക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് കിടക്കാം. GST കളക്ഷനിൽ വർധനവുണ്ടായിരിക്കുന്നു. നവംബറിൽ GST വരുമാനം 1.82 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് വാർഷികാടിസ്ഥാനത്തിൽ 8.5% വർധനവാണ് നേടിയിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റുഡൻസിന് ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മൾ അവിടെ നൽകാറുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സോളക്സ് എനർജി കമ്പനിക്ക് 18.87 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. മറ്റൊരു കമ്പനി KC എന്ന കമ്പനിയാണ്. 12.87 കോടി രൂപയുടെ ഒരു ഓർഡറാണ് കമ്പനിക്കും ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഓട്ടോ സെക്ടർ തന്നെയായിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. കാരണം ഇന്നലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. ആദ്യം മാരുതി സുസുക്കി ഇന്ത്യയുടെ സെയിൽസ് ഡാറ്റയിലേക്ക് ഒന്ന് വരാം. നവംബറിൽ ഇയർ ഓൺ ഇയറിൽ ടോട്ടൽ സെയിൽസിൽ 10.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1.81 ലക്ഷം യൂണിറ്റിലാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1.64 ലക്ഷം യൂണിറ്റ് ആയിരുന്നു സെയിൽസിൽ ഉണ്ടായിരുന്നത്. ഇനി ഡൊമസ്റ്റിക് സെയിൽസിലും ഇയർ ഓൺ ഇയറിൽ 8.06% വർധനവ് രേഖപ്പെടുത്തി. ഡൊമസ്റ്റിക് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലും 5.3% വർധനവും എക്സ്പോർട്ടിൽ 25% വർധനവുമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ് ആണ്.
ടോട്ടൽ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 0.8% വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 1% വർധനവും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസിൽ 1% ഇടിവും ആണ് ഉണ്ടായിരിക്കുന്നത്. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ മാത്രം 2% വർധനവ് ഉണ്ടായിരിക്കുന്നു. അടുത്തത് ഹുണ്ടായി മോട്ടോർ ഇന്ത്യയാണ്. ടോട്ടൽ സെയിൽസിൽ 6.9% ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് സെയിൽസിൽ 2.4% ഇടിവും എക്സ്പോർട്സിൽ 20.5% ഇടിവുമാണ് കമ്പനി ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഐഷർ മോട്ടോഴ്സ് ആണ്. റോയൽ എൻഫീൽഡിന്റെ സെയിൽസിൽ 2% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്നു. ഇനി എക്സ്പോർട്സിലാണ് വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 96% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇനി നല്ല സെയിൽസ് കാഴ്ചവെച്ച മറ്റൊരു കമ്പനി TVS മോട്ടോഴ്സ് ആയിരുന്നു. ടോട്ടൽ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 10.2% വർധനവും 2 വീലർ സെയിൽസിൽ 11.5% വർധനവും ഇലക്ട്രോണിക് വെഹിക്കിൾ സെയിൽസിൽ 56.7% വർധനവും എക്സ്പോർട്സിൽ 25% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 3 വീലർ സെയിൽസിൽ മാത്രമാണ് 27.6% ഇടിവ് കമ്പനി ഉണ്ടാക്കിയത്. മറ്റൊരു കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. പ്രതിരോധ മന്ത്രാലയവുമായി 1000 കോടി രൂപയുടെ കരാർ കമ്പനി ഒപ്പുവെച്ചു. ഇനി ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു IPO രാജേഷ് പവർ സർവീസസ് ആണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഓപ്ഷൻസിൽ 90% ആളുകളുടെയും പണം നഷ്ടപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസിനെ കുറിച്ച് ആരും അധികമായി പഠിക്കാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തൊട്ടു മുകളിലുള്ള ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് അയച്ചു തരുന്നതാണ്. കഴിഞ്ഞ ആഴ്ചയും വെള്ളിയാഴ്ചയും മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. തുടർച്ചയായ 2 ആഴ്ചയും നേട്ടം തുടർന്ന് ഇന്ത്യൻ വിപണി. 2 ആഴ്ച കൊണ്ട് 2.6% നിഫ്റ്റി ഉയർന്നത്. നിഫ്റ്റി ബാങ്ക്, SBI, HDFC, ICICI ബാങ്ക് എന്നിവ കഴിഞ്ഞ ആഴ്ച 2% നേട്ടമുണ്ടാക്കി. നിഫ്റ്റി വ്യാഴാഴ്ച 1.5% ഇടിഞ്ഞെങ്കിലും വെള്ളിയാഴ്ച 1% നേട്ടമുണ്ടാക്കി. ഫാർമ സ്പേസിൽ വെള്ളിയാഴ്ച ഒരു ബൈയിങ് കണ്ടു. സിപ്ല, സൺഫാർമ, ഡിവിസ് ലാബ് എന്നിവ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സായി മാറി. അദാനി ഗ്രീൻ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കി, 20% ഉയർന്നു. മന്ത്ലി ഓട്ടോ സെയിൽസ് ഡാറ്റയ്ക്ക് മുന്നോടിയായി ഹീറോ മോട്ടോകോപ്പ് ഒഴികെയുള്ള എല്ലാ സ്റ്റോക്കുകളും ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 24,131 215 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ 23,900 എന്ന ക്രൂഷ്യൽ സപ്പോർട്ടിൽ നിന്നാണ് നിഫ്റ്റി ഉയർത്തെഴുന്നേൽക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ലോ 23,927 ആണ്. വെള്ളിയാഴ്ച ഒരു സ്ട്രോങ് റിക്കവറി തന്നെയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഡിസംബർ സീരീസ് ഒരു സ്ട്രോങ് നോട്ടിൽ തന്നെയാണ് ആരംഭിച്ചത്. ഇനി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് 24,350 തന്നെയാണ്. കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലെ ഒരു ഹൈ എന്ന് പറയുന്നത് 24,350 ലെവലിലായിരുന്നു. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിക്ക് സാധിച്ചിരുന്നില്ല. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ലെവലിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും ചെയ്തു. ഇനി വെള്ളിയാഴ്ച ഫോം ചെയ്ത ഡെയിലി ക്യാൻഡിലും ഒരു ബുള്ളിഷ്നെസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ബുള്ളിഷ് മൊറബസു ഓപ്പൺ കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസത്തെ കാൻഡിലുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ഹറാമി കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇത് രണ്ടും പോസിറ്റിവിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നതും. ഇത്തരത്തിലൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാൻഡിലുകൾ, കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ, അപ്സൈഡിലും ഡൗൺ സൈഡിലും വരുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സിനായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഓപ്ഷൻ്റെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ള ലെവലുകൾ സൈക്കോളജിക്കൽ ലെവലായ 24,000-ഉം കൂടാതെ 20 EMA ഉള്ള ലെവലും, അതുകൂടാതെ വെള്ളിയാഴ്ചത്തെ ലോ ആയിട്ടുള്ള 23,923-ഉം, ഈ 3 ലെവലുകളും നമ്മൾ പ്രത്യേകം ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 24,500-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,300 സ്ട്രൈക്കിലും അതിനുശേഷം 24,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000-ആണ്. അതിനുശേഷം 23,800 സ്ട്രൈക്കിലും അതിനുശേഷം 24,100 സ്ട്രൈക്കിലുമാണ്. സ്പോട്ട് പ്രൈസ് എന്നത് 24,131-മാണ്. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,200-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. അതുവഴി ഇപ്പോൾ മാർക്കറ്റ് ബുൾസിനെയാണോ ബിയേഴ്സിനെയാണോ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം 24,150 സ്ട്രൈക്കിൽ 270% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കാണാം.
എന്നാൽ വെറും 134% വർധനവ് മാത്രമാണ് കോൾ സൈഡിൽ കാണുന്നത്, ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പ്. അടുത്ത് 24-100 സ്ട്രൈക്കിൽ 111% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. വെറും 18% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ്. 24-200 സ്ട്രൈക്കിൽ 29% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. വെറും 8% ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് തന്നെയാണ് നല്ല ശക്തിയുള്ളതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 52,055 148 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് തന്നെയാണ്. അവിടെ നിന്നും ഒരു തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരു പക്ഷേ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 52,745 കംഫർട്ടബിൾ ആയിട്ട് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ 52,850 എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 53,000 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 52,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000, അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേശം 52,500 സ്ട്രൈക്കിലുമാണ്. സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 52,055 അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000. അടുത്തത് ഇന്ത്യ വിക്സിലേക്ക്. വെള്ളിയാഴ്ച ഇന്ത്യ വിക്സ് ഇടിഞ്ഞു 14.42 5.13% ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIs 4,383 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച സെല്ല് ചെയ്ത്. DIs ആവട്ടെ 5,723 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIs വീണ്ടും സെല്ലിങ്ങിലേക്ക് പോകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു സെഷനായിരുന്നു നമുക്ക് US മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. എന്നിരുന്നാലും എൻവിഡിയ പോലുള്ള ടെക്നോളജി സ്റ്റോക്കുകൾ ഉയർന്ന ക്ലോസിംഗ് രേഖപ്പെടുത്തിയതോടെ S&P 500ഉം ഡൗ ജോൺസും റെക്കോർഡ് ക്ലോസിംഗ് തന്നെയാണ് വീണ്ടും രേഖപ്പെടുത്തിയത്. എൻവിഡിയ 2%, ടെസ്ല 3.7% ഉയർന്നു. ഇനി US ബ്ലാക്ക് ഫ്രൈഡേയോടനുബന്ധിച്ച് വലിയ ഡിസ്കൗണ്ടുകളാണ് കമ്പനികൾ നൽകിയത്. അഡോബ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് ഉപഭോക്താക്കൾ റെക്കോർഡ് $10.8 ബില്യൺ ഓൺലൈൻ വാങ്ങലുകൾക്കായി ചെലവഴിക്കുമെന്നാണ്. കഴിഞ്ഞ വർഷവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 9.9% വർധനവ് രേഖപ്പെടുത്തും എന്നാണ് കണക്കാക്കുന്നത്. ഇനി ചിപ്പ് സ്റ്റോക്കുകളാണ് ബുധനാഴ്ച ഇടിഞ്ഞത്. എന്നാൽ വെള്ളിയാഴ്ച അതിൽ ഒരു റിക്കവറി കണ്ടു. ഫിലാഡൽഫിയ SE സെമി കണ്ടക്ടർ ഇൻഡെക്സ് 1.5% ഉയർന്നു. കൂടാതെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് റസൽ 2000 0.4% ഉയരുകയുണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത്. പക്ഷേ ജനുവരിയിൽ US ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 2.95% ഇടിഞ്ഞത്. വിപ്രോ 0.57% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.04% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1% മുകളിൽ ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.7% നേട്ടവും ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസും S&P 500ഉം 0.05% ഇടിവിലാണ്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.07% ഉയർന്നും. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.02% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 0.77% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.58% ഉയർന്നു. കൂടാതെ യൂറോ സോണിൽ നിന്നും ഇൻഫ്ലേഷൻ നമ്പേഴ്സ് പുറത്തു വന്നിരുന്നു. ഒക്ടോബറിൽ 2% നിന്ന് നവംബറിൽ 2.3% വർദ്ധിച്ചു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.04% നേട്ടത്തിൽ, CAC 0.10% ഇടിവിലും FTSE 0.08% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ധാരാളം ഇവൻറ്റ്സ് പുറത്തു വരാനിരിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. എക്കണോമിക് റീഡിങ്സ് ജപ്പാനിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഇന്ത്യയിൽ നിന്നും അടക്കം ധാരാളം ഡാറ്റകൾ പുറത്തു വരാനുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ ചെറിയ ഇടിവിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,370.50 എന്ന നിലയിലാണ്. 24.50 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 38,055 എന്ന നിലയിലാണ്. 152 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഏകദേശം 55 മുതൽ 60 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.40% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്
വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിഞ്ഞു. ഇതോടെ കഴിഞ്ഞ ആഴ്ച 3% ഇടിവാണ് ഓയിൽ പ്രൈസുകളിൽ രേഖപ്പെടുത്തിയത്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷവും ഒപെക് പ്ലസ് ഉൽപാദനം വർദ്ധിപ്പിച്ചേക്കും എന്ന ആശങ്കകളുമാണ് ഇടിവിന് കാരണമായത്. ബ്രന്റ് ഇപ്പോൾ ഉള്ളത് $72.09 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.35% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $72.08 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.35% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $68.25 പെർ ബാരൽ എന്ന നിലയിൽ 0.40% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അതൊരിക്കലും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.